15ാം നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. രാഹുലിന് അനുവദിച്ച പ്രത്യേക ഇരിപ്പിടത്തിലേക്ക് 9:20 രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. സതീശനെ വെല്ലുവിളിച്ച് രാഹുൽ എത്തിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം രാഹുൽ സഭയിലേക്ക് എത്തേണ്ട എന്ന നിലപാടിലായിരുന്നു നേതൃത്വം. അതേസമയം രാഹുൽ അത് ലംഘിച്ച് നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് സഭയിൽ നടക്കുന്നത് അനുശോചനം മാത്രമാണ്. മറ്റ് നടപടിക്രമങ്ങളൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സഭയ്ക്കുള്ളിലുള്ള പ്രതിഷേധം അത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതേസമയം സഭയ്ക്ക് പുറത്ത് പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുമുണ്ട്. ഡാൻ കുര്യനാണ് അവിടെ നിന്നും ചേരുന്നത്. ഡാൻ, ഈ സഭയ്ക്കുള്ളിലെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എത്ര പേർക്കാണ് ഇന്ന് ഈ അനുസ്മരിച്ചുകൊണ്ട് മുൻ അംഗങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള സമയം നൽകിയിരിക്കുന്നത്? രാഹുൽ സംസാരിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ ഡാൻ? ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഘടകകക്ഷികളുടെ പ്രതിനിധികൾക്കടക്കം അതിനുള്ള അവസരം അനുവദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ UDFന്റെ ഭാഗമല്ലാത്തതിനാൽ സ്വതന്ത്ര MLA എന്ന നിലയിൽ രാഹുലിനും ഒരുപക്ഷെ അതിനുള്ള സമയം അനുവദിക്കുമോ എന്നൊരു കാര്യം കൂടെ. പക്ഷെ നിലവിൽ അത്തരം സൂചനകളൊന്നുമില്ല. എന്തായാലും വൈകാതെ തന്നെ ഈ അനുസ്മരണ സന്ദേശങ്ങൾ അവസാനിക്കും. അതിനുശേഷം ഒരു 10:30 തന്നെ ഇന്നത്തെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകാനാണ് സാധ്യത. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ അത് പൂർത്തിയായേക്കും. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അനുസ്മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി, സ്പീക്കർ, അതോടൊപ്പം കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ, മുൻ മുഖ്യമന്ത്രി VS ഉൾപ്പെടെയുള്ളവരെ അനുസ്മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അധിക സമയം സഭാ നടപടികൾ ഉണ്ടാകില്ല. ഇന്ന് മറ്റു നടപടികളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന കാര്യം, അജണ്ടയിൽ മറ്റൊന്നും ഇല്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം സ്പീക്കർ തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് ഇതിന് ശേഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് സഭയ്ക്ക് പുറത്ത് എന്നതാണ് ഒരുപക്ഷെ ഏറ്റവും ആകാംക്ഷ കാര്യമായി മാറുന്നത്. കാരണം രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സഭാ കവാടം തൊട്ട് പോലീസിന് വലിയൊരു തലവേദനയാകും. കാരണം രാഹുലിനെ സുരക്ഷിതമായി MLA ഹോസ്റ്റലെങ്കിൽ അവിടേക്ക്, അതല്ല മറ്റേതെങ്കിലും സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ അവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായി മാറുമെന്ന കാര്യത്തിൽ ഗുണകരമായ ദൗത്യമായി മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അതാണ് ഡാൻ, ഇത് രാഹുൽ ഇതുവരെയും ഇത്തരത്തിൽ പുറത്തിറങ്ങി നമ്മൾ കണ്ടില്ല. ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആ വലിയ പ്രതിഷേധം അതൊന്ന് അടങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് വലിയ പ്രതിഷേധം രാഹുൽ സഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനുള്ള കോപ്പുകൂട്ടലുകൾ പുറത്തുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അവിടെ സഭയ്ക്കുള്ളിൽ ഇപ്പോൾ രാഹുൽ ഉണ്ട്. ഏത് സമയത്താണ് പുറത്തേക്ക് ഇറങ്ങുക എന്നത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. അതേസമയം സഭാ നടപടികൾ ഇനി ഒരുപാട് നീണ്ടുപോകാൻ സാധ്യതയില്ല എന്നാണ് ഡാൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇന്ന് അനുസ്മരണം മാത്രമാണുള്ളത്, അന്തരിച്ച അംഗങ്ങൾക്കുള്ള അനുസ്മരണം മാത്രമാണുള്ളത്. ഇന്ന് നമ്മൾ ഇനി ഉറ്റുനോക്കുന്നത് മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്കാണ്. രാഹുൽ സഭയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ചോദ്യം നിൽക്കുന്നുണ്ടായിരുന്നു. സഭയിലേക്ക് രാഹുൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റംഗങ്ങളുടെ, പ്രതിപക്ഷാംഗങ്ങളുടെ, ഭരണപക്ഷാംഗങ്ങളുടെ പ്രതികരണം നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ തന്നെ EP ജയരാജന്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു. ജനങ്ങളോടും സഭയോടുമുള്ള അനാദരവാണ് രാഹുൽ കാണിച്ചിരിക്കുന്നത്, സഭയിലെത്താൻ പാടില്ലായിരുന്നു എന്ന രീതിയിൽ EP ജയരാജൻ പ്രതികരിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ ഇന്ന് രാഹുലിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ, രാഹുലിൻ്റെ നേതാക്കൾ എന്തു പറയും, അത്തരത്തിൽ ഭരണപക്ഷത്തിരിക്കുന്നവർ എന്തു പറയും എന്ന കാര്യങ്ങൾ നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഇനി സഭയ്ക്ക് പുറത്തേക്കാണ് കൂടുതൽ ആകാംക്ഷ. കാരണം രാഹുൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രതിഷേധമുണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിയമസഭാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. ഇനി 10 ദിവസം നീണ്ടു നിൽക്കും. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമായ ഒരു സമ്മേളന കാലയളവാണ്. ഏത് രീതിയിൽ ഇതിനോടൊക്കെ പ്രതികരിക്കും എന്നത് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. VS അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് സഭയിൽ രാഹുൽ എത്തുമ്പോൾ ഒരു രീതിയിലും മറ്റംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഇന്ന് എത്തിയത് ഈ സമയം വളരെ നിർണായകമാണ്. കാരണം അനുസ്മരിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവുകയാണെങ്കിൽ അത് വിസ്മയകരമായ ഒരു രാഷ്ട്രീയ ജീവിതത്തെയാണ് VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അങ്ങവിടെ പറഞ്ഞതുപോലെ ദുരിതപൂർണമായ ബാല്യവും കൗമാരവും പിന്നിട്ട്, സംഭവബഹുലമായ യുവത്വം പിന്നിട്ട്, അനുഭവങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ
ശ്രദ്ധേയമായ പങ്കുവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതം, സാധാരണക്കാരോടൊപ്പമുള്ള ഇടപെടലുകൾ എല്ലാം അദ്ദേഹത്തെ ഒരു മികച്ച രാഷ്ട്രീയ നേതാവാക്കി മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നത് എല്ലാ ലോകരാജ്യങ്ങളിലും രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് മധ്യവർഗമാണ്. ആ മധ്യവർഗത്തിന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായ പങ്കുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മധ്യവർഗത്തിന്റെ മുമ്പിൽ അവർക്ക് ശ്രീ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയായി അവർ സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിന്റെ ഭാഷയും അവർ വിശേഷിപ്പിച്ച പഴഞ്ചൻ സമീപനങ്ങളും ഒന്നും കേരളത്തിലെ മധ്യവർഗത്തിന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ പിന്നീട് തന്നെ പഴഞ്ചനായി കണ്ട, തന്നെ ഇഷ്ടമില്ലാതിരുന്ന ഒരു മധ്യവർഗത്തിലെ ആ മധ്യവർഗത്തെ കൊണ്ട് അവരുടെ ഇടയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നായകനാക്കി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം. പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് സഭയിൽ സംസാരിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇന്ന് സഭയിൽ ഈ അനുസ്മരണ സംഭാഷണം മാത്രമാണ് നടക്കുക. അംഗങ്ങൾക്ക് അന്തരിച്ച മുൻ അംഗങ്ങളെ അനുസ്മരിച്ച് സംസാരിക്കാനുള്ള സമയം മാത്രമാണ് ഇന്നുള്ളത്. ഇന്ന് മറ്റ് നടപടിക്രമങ്ങൾ സഭയിലില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ സാധാരണ സംഭവിക്കേണ്ട വലിയ പ്രതിഷേധം അവിടെ ഇന്ന് സംഭവിക്കുന്നില്ല, ഇതുവരെയും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. പുറത്തേക്കിറങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്കിറങ്ങുമ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത തള്ളുന്നില്ല. പോലീസും അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. രാഹുൽ ഇന്ന് സുഹൃത്തുക്കൾക്കൊപ്പമാണ് എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനൊപ്പമാണ് അദ്ദേഹം കാറിൽ നിയമസഭയിലേക്ക് എത്തിയത്. 9:20 മുഖ്യമന്ത്രി VSനെ അനുസ്മരിച്ച് സംസാരിക്കുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. നമസ്കാരം.